നമ്മളിപ്പോൾ ടെസ്ലയുടെ മോഡൽ 3യുടെ ഓട്ടോ പൈലറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ പൈലറ്റ് FSD ആണ്, ഫുൾ സെൽഫ് ഡ്രൈവിംഗ്. സോഫാർ നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം ഇത് ഇപ്പം ഞാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് 680 സൗത്ത് ആണ്, ഇന്റർസ്റ്റേറ്റ് 680 സൗത്ത്, ഓൾ ദ വേ ടു സാനോസെ. ഞാനിപ്പോൾ പോകുന്നത് ഫ്രീമോണിലോട്ടാണ്. ഇവിടെ ഇപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോൾ സൈഡിൽ കൂടെ ഇപ്പം കുറേ ബാരിക്കേഡ്സും കൺസ്ട്രക്ഷനുകളിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. ഇത് കുറച്ച് ചലഞ്ചിങ് റൗട്ടാണ് FSDക്ക്, പക്ഷെ എന്നാലും നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ ഇത് പോകുന്നത്. കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണ് സൈഡൊക്കെ, നല്ല ഗ്രീൻ ഹിൽസും ഗ്രാസ് ഫീൽഡ് ഹിൽസും കുറേ നല്ല അടിപൊളി സ്ഥലമാണിത്. ഇതിപ്പോൾ നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്ലസന്റൺ എന്ന് പറയും, കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണ്. പ്ലസന്റൺ നമ്മൾ സൗത്തിലോട്ട് ഡ്രൈവ് ചെയ്യാണ്. നെക്സ്റ്റ് സിറ്റി എന്ന് പറയുന്നത് സുനോൾ എന്ന് പറയും, ഒരു ചെറിയ സിറ്റി. അത് കഴിഞ്ഞാൽ ഫ്രീമോണ്ട്. കണ്ടില്ല ഇതിപ്പം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത് ലൈൻ ചേഞ്ച് ഒക്കെ ചെയ്യുന്നത്. കണ്ടോ, നമ്മളൊരു സ്ലോ ട്രക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു. ഞാൻ സ്റ്റിയറിംഗിൽ ടച്ച് ചെയ്യുന്നില്ല, എൻ്റെ കൈ കണ്ടോ സ്റ്റിയറിംഗിലില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ താഴെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ സെഷൻ. പക്ഷേ നമ്മൾ അറ്റൻറ്റീവായിട്ടിരിക്കണം. എപ്പോഴെങ്കിലും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇതിപ്പോൾ ട്രാഫിക് ഡെഡ് സ്റ്റോപ്പ് വരാൻ പോവാണ്, നിങ്ങൾക്ക് കണ്ടില്ലേ. പക്ഷെ അതിന് നേരത്തെ അത് ഡിറ്റക്ട് ചെയ്തു, അല്ലേ, ആ കാറ് ഫ്രണ്ടിലെ കാറ് ഡിറ്റക്ട് ചെയ്തു. ഒരു ടെസ്ലയാണ്, മോഡൽ Y ആണ്. എൻ്റെ കാറ് മോഡൽ 3 ആണ്, സെയിം കളറാണ്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തു, ഓൾമോസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടാണ് റൈഡ് സോഫാർ. ഇപ്പം റോഡ് കുറച്ച് അൺഈവനാണ്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് ഓരോ ലെയിൻസിനും ഓരോ പേയ്മെൻറ്റാണ്, കുറേ പൊളിച്ചൊക്കെ ഇട്ടേക്കുവാണ്. നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ റൈഡ് സോഫാർ അല്ലേ. സൈഡിലൂടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ്. ഇവിടെ ഇപ്പം കാലിഫോർണിയയിൽ നല്ലൊരു വെതറാണ്. ഇപ്പം പുറത്താണെങ്കിൽ 72 ഡിഗ്രിയാണ് ഫാരൻഹൈറ്റ്സ്, എന്ന് പറഞ്ഞാൽ ഒരു 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ല പ്ലസൻറ്റ് വെതറാണ് പുറത്ത്, ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. പക്ഷെ നല്ല സണ്ണിയാണ്, നല്ല വെതറാണ്. ഇപ്പോൾ ഈ റോഡ് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഒരു ഓൾമോസ്റ്റ് an year ആയി. ഒരു ലൈൻ എക്സ്ട്രാ ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ. ഇതിപ്പം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് സ്ഥലമാണ്. ഇപ്പോൾ സൈഡിൽ കൂടെ അല്ലേ ഒരു ട്രക്ക് ഉണ്ട്, റാം ട്രക്ക് പോകുന്നുണ്ട് അല്ലേ. ലെഫ്റ്റിലൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഈ സൈഡത്തെ ഇതിൻ്റെ ട്രാഫിക് ഡിവൈഡർ വെച്ചേക്കുന്നത്. കാരണം അവിടെ ലൈൻ എടുക്കുവാണ് അല്ലേ, അവിടെ ഒരു പുതിയ ലൈൻ എടുക്കുന്നുണ്ടല്ലേ. പക്ഷെ എന്നാലും കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇത് പോകുന്നത്. ആ സ്പീഡിലൊന്നും വലിയ കുഴപ്പമില്ല, കെയർഫുള്ളാണ്. കാരണം സൈഡിലത് ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ മതി. ഇപ്പം ഈ എമുലേഷൻ അല്ലേ സൈഡിൽ കൂടെ കാണില്ലേ ഇവിടെ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ആ ഡിറ്റക്ഷനൊക്കെ വരുന്നത്, റഡാർ വെച്ചിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് സൈഡത്തെ ആ ഡിവൈഡറൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി റോഡിൻ്റെ ലൈൻ ഡിവൈഡറിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ചേർന്നാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്, കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട്. അല്ല ഇത് തന്നെ ലൈൻ ചേഞ്ച് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പെട്ടെന്ന് പോകാൻ വേണ്ടായിരിക്കും, കാരണം ആ വണ്ടി മെല്ലെയാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഏരിയയൊക്കെ അല്ല, നല്ല ഓപ്പൺ ഏരിയ. ഇത് നമ്മളിപ്പം പ്ലസന്റൺ ടു ഫ്രീമോണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് 680 ഒരു വാലി പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിപ്പം ചുറ്റും ഹില്ലാണ് ഈ സ്ഥലത്തിൻ്റെ, കണ്ടില്ലേ. ഇപ്പോൾ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കിയാൽ ചുറ്റും എല്ലാം സൈഡിൽ കൂടെ ഹില്ലാണ്. നല്ലൊരു ഏരിയ ആണിത്. സുനോൾ എന്ന് പറയും ഏരിയക്ക്. ഇവിടെ പ്രത്യേകിച്ച് വീടുകളോ അങ്ങനെ ഒന്നുമില്ല ഈ സ്ഥലത്ത്. എനിക്കൊന്ന് കുറച്ച് ഫാക്ടറിയോ അങ്ങനെ 1-2 ഫാക്ടറീസോ അങ്ങനത്തെ കണക്റ്റഡ് സംഭവങ്ങളേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ റീസൺ അറിയില്ല, എന്താണ് ഈ ഏരിയയിൽ വലിയ വീടുകളില്ലാത്ത. നല്ലൊരു ഏരിയ ആണ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാനിപ്പം ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ടാണ് നമുക്ക് വലിയ ട്രാഫിക് കാണാത്തത്. അല്ലെങ്കിൽ ഈ നോർമൽ പീക്ക് അവേഴ്സിലൊക്കെ ആകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും റോഡിൽ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഒരു വെക്കേഷൻ, ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ കുറേ പേര് ഈ റൂട്ടിൽ 680 നോർത്ത് എന്ന് പറയുന്നത് നമ്മൾ ലേക്ക് ടാഹോ, യോസെമിറ്റി നാഷണൽ പാർക്ക് അങ്ങനത്തെ കുറേ ഏരിയയിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് 680 നോർത്ത്. കണ്ടില്ല മുകളിൽ കൂടെ പവർ ലൈനൊക്കെ പോകുന്നുണ്ട്, പവർ ലൈനുണ്ട്. പിന്നെ കണ്ടില്ല ഇത് ആ ഒരു ബോർഡ് കണ്ടായിരുന്നു ഇപ്പം HOV വയലേഷൻ 490. കാരണം ഇത് HOV ലൈനിലാണ് നമ്മൾ പോകുന്നത്.
HOV എന്ന് പറഞ്ഞാൽ ഹൈ ഒക്യുപ്പൻസി വെഹിക്കിൾ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ HOVയിൽ ഓരോ റൂളാണ്. ഈ കറണ്ട് ഈ 680 ഇതിൽ 2+ ആൾക്കാർ വേണം, മിനിമം 2 ആൾക്കാർ വേണം. പക്ഷെ നമ്മളിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് എൻഫോഴ്സ്ഡ് അല്ല, മൺഡേ ടു ഫ്രൈഡേ ആണ് എൻഫോഴ്സ്ഡ്. ഇപ്പോൾ അവിടെ കണ്ടില്ലേ ബോർഡ് മുകളിൽ ഓപ്പൺ ടു ഓൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറ്റും, ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിടിയും. കോപ്സ് ഉണ്ടാവും, ഹൈവേ പെട്രോൾ ഉണ്ടാവും. അവർ നമ്മളെ പിടിച്ചിട്ട് ടിക്കറ്റ്, ആ വയലേഷൻ എത്രയാണ് $490 ഫൈൻ ചെയ്യും. ഇതിങ്ങനെയാണ്. അത് നമുക്കൊരു സൈബർ ട്രക്ക് പോകുന്നതാണ്. ഇത് കണ്ടോ, ഒരു സൈബർ ട്രക്ക്. ഒരു എനിക്കൊന്ന് നോർമൽ കളർ അല്ലാന്ന് തോന്നുന്നത്. എനിക്കൊന്ന് അവർ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടല്ലേ സൈബർ ട്രക്ക്. ഇവിടെ ആദ്യമൊക്കെ ഭയങ്കര റെയർ ആയിരുന്നു. ഇത് സ്പെഷ്യലാണ് കേട്ടോ, സ്പെഷ്യൽ എഡിഷൻ സൈബർ ട്രക്ക്. അതെന്താ ഫൗണ്ടേഴ്സ് എഡിഷൻ ആ സൈബർ ട്രക്ക്. അതിനെനിക്ക് തോന്നുന്നത് ഒരു 100K 120K അങ്ങനെ എങ്ങോട്ടൊക്കെ ആയിരുന്നു തോന്നുന്നത് അത് ഇറങ്ങിയ സമയത്ത്. ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ ആ വാലി കഴിഞ്ഞിട്ട്, സുനോൾ വാലി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒരു മല ക്രോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സൗത്ത് ബേയിലോട്ട് എൻ്റർ ചെയ്യണം. സൗത്ത് ബേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേ ഏരിയ, സിലിക്കൺ വാലി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ എൻ്റർ ചെയ്യുകയാണ്. ഇങ്ങനെ താഴോട്ടുള്ള റൂട്ടാണ്. നമ്മൾ ശരിക്കും ഭയങ്കര ആൾട്ടിറ്റ്യൂഡാണ് സ്റ്റീപ്പ് ഡൗൺ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഹൈവേ ആയതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യാത്തതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് ചിലപ്പോൾ ഒരു ഗാർഡ് സെക്ഷനൊക്കെയാണ്, ചുരം പോലെയൊക്കെ. അപ്പം ഭയങ്കര വൈൻഡി റോഡ്സ്. ഇതൊരു വൈൻഡി റോഡാണ്, പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈല് കാരണമായിരിക്കും നമ്മളിങ്ങനെ ഗ്രാജുവലി ഒരു ഇറങ്ങുവാണ്. നമ്മൾ നോക്കുമ്പോൾ കാണാം. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. അങ്ങോട്ട് കണ്ടില്ലേ ബേയിൻ്റെ ഒക്കെ അങ്ങ് ദൂരെ അവിടെ ഒക്കെ നമുക്ക് കുറേ കാണാം. ബേ വെള്ളമൊക്കെ കയറി കിടക്കുന്നത് സൗത്ത് ബേ. ഇതിപ്പോൾ ഫ്രീമൗണ്ട് എത്തി. സിറ്റിന്റെ പേര് ഫ്രീമൗണ്ട് എന്നാണ്. ഫ്രീമൗണ്ട് സിറ്റി കുറേ പ്രത്യേകതയുള്ള സിറ്റിയാണ്. ഫ്രീമൗണ്ട് സിറ്റി ഒരു ബിഗ് സിറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നോർത്ത് ടു സൗത്ത് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഇപ്പോൾ US ചില സിറ്റികൾ ഭയങ്കര ചെറുതാണ്. ഇതിപ്പോൾ നമ്മളൊരു എക്സിറ്റ് എടുക്കാൻ പോവാം. അപ്പം ഞാൻ ഇന്നിപ്പം പോകുന്നത് നമ്മുടെ ഒരു സിറോ മലബാർ ചർച്ച് ഉണ്ട് ഇവിടെ, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവാം. അപ്പോൾ എക്സിറ്റ് എടുക്കാൻ പോകണം. എക്സിറ്റ് എടുക്കുന്നില്ല തന്നെ, അല്ലെങ്കിൽ ഞാൻ തന്നെ റിയലൈസ് ചെയ്തില്ല എക്സിറ്റ് എടുക്കാറായെന്ന്. അപ്പോൾ നമ്മൾ ഇത് FSD ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ഇട്ടതുകൊണ്ട് കണ്ടില്ല, ഇവിടെ കണ്ടില്ല എക്സിറ്റ് എടുക്കാൻ പോവാണ് 0.1 മൈൽസിൽ. അപ്പോൾ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് തന്നെ എക്സിറ്റ് എടുക്കുവാണ്. ഇപ്പം അത്യാവശ്യം നല്ല പ്രിസിഷൻ ആണ്. തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യും FSD. ആദ്യം ഇനിഷ്യലിയൊക്കെ കുറച്ച് ഗ്ലിച്ചും കുറെ എക്സിറ്റ് എടുക്കാനൊക്കെ കുറെ ചലഞ്ചിങ് ആയിരുന്നേ. ചിലപ്പോൾ എക്സിറ്റ് മിസ്സാകും, ചിലപ്പോൾ എക്സിറ്റ് എടുക്കൂല, അങ്ങനെയൊക്കെ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം റീസെന്റ് അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോഴത്തേനും റീസെന്റ് ഒരു ലാസ്റ്റ് 6 months ഒക്കെ എനിക്ക് തോന്നുന്നു നല്ല ഒരു പെർഫോമൻസ് ആണ് FSD. നമ്മൾ ഒരു ഹാൻഡ്സ് ഓഫ് ആണ് ശരിക്കും ഭയങ്കരമായിട്ടേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് അല്ല, ഐ മീൻ സ്റ്റിൽ ഫോക്കസ്ഡ്, അറ്റൻറ്റീവ് ആണ്. കണ്ടില്ല, ഇതൊക്കെ തന്നെ ഇപ്പോൾ എടുത്തത് കണ്ടോ. അവിടെ ആദ്യം റെഡ് ആയിരുന്നു ആ ലൈറ്റിൽ. ആ റെഡ് ലൈറ്റിൽ നിന്ന് അത് ഇറ്റ് റിയലൈസ്ഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ലോക്കൽ സ്ട്രീറ്റ് ആണ്. നമ്മൾ ആ ഫ്രീ വേ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ഫ്രീ വേ എന്ന് പറഞ്ഞാൽ US ഫ്രീ വേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് എക്സ്പ്രസ് വേ ഇൻ ഇന്ത്യ. എക്സ്പ്രസ് വേ പോലെ തന്നെയാണ്, നമുക്ക് സിഗ്നൽസ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു നോർമൽ സ്ട്രീറ്റ് ആണ് അമേരിക്കയിൽ. നമുക്ക് ഈ സ്ട്രീറ്റിന്റെ പേരെന്താ, വാഷിങ്ടൺ ബുളവാർഡ്. ഇവിടെ പല പേരിലാട്ടോ സ്ട്രീറ്റുകൾ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇപ്പം ബുളവാർഡ് ഉണ്ടാകും, പിന്നെ സ്ട്രീറ്റ് എന്ന് പറയും, പിന്നെന്തൊക്കെയാണ് എക്സ്പ്രസ് വേ എന്നും പറയും. ചില സ്ട്രീറ്റുകളല്ല, അത് കുറച്ചും കൂടി ഒരു സിഗ്നൽസ് ഉള്ള കുറച്ചുകൂടെ വലിയ റോഡ്സ്, അതിന് എക്സ്പ്രസ് വേ എന്ന് പറയും. ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് കണ്ടില്ല, ഇപ്പം ഡിറ്റക്ട് ചെയ്തു ഈ ലൈനിൽ വണ്ടികൾ കുറവാണ്, അതുകൊണ്ട് തന്നെ ലൈൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞാൽ ഫ്രീമൗണ്ട് ആണല്ലേ. ഫ്രീമൗണ്ട് ഇന്ത്യൻ വംശജർ കുറേ ഉള്ള ഒരു ഏരിയ ആണ് ഫ്രീമൗണ്ട്. പിന്നെ ഏഷ്യൻസും ഉണ്ട്. ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ്, ബാക്കി ഏഷ്യൻ കൺട്രീസ്. പക്ഷേ ഇന്ത്യൻസ് ആണ് ഇവിടെ കൂടുതലും. എനിക്കൊന്ന് കുറേ ആൾക്കാർക്ക് ഇന്ത്യൻസ് കുറേ ഉള്ള ഒരു ഏരിയ എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരു സ്ഥലമാണ്. അപ്പം എനിക്കൊന്ന് ജനറലി എന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാരൊക്കെ കുറേ മൂവ് ഔട്ട് ചെയ്തു ഇവിടുന്ന് ഈ ഫ്രീമൗണ്ടിൽ നിന്ന്. അപ്പോൾ ഇന്ത്യൻസ് ആണ് കുറേ ഇവിടുത്തെ വീടുകളും
പിന്നെ എക്സ്പെൻസീവായി ഭയങ്കരമായിട്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹൗസ് പ്രൈസൊക്കെ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു ഇൻ ദ ലാസ്റ്റ് 5 to 10 years. പിന്നെ ഇവിടുത്തെ സ്കൂളുകൾ ഭയങ്കര നല്ല സ്കൂൾ ഡിസ്ട്രിക്ട്സ് ആണ്. അമേരിക്കയിലെ വീടുകളുടെ വില വരാൻ അമേരിക്കയിലെ വീടുകളുടെ ഒരു പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ അവിടുത്തെ സ്കൂളിൻ്റെ റേറ്റിംഗ് ആണ്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണില്ലേ, ഒരു പുതിയ ന്യൂ എഡിഷൻ ടെസ്ല മോഡൽ Y ആണ്, ജുനിപ്പർ എന്ന് പറയും. അല്ല, അതിൻ്റെ ബാക്കിലൊരു ക്യാമറയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർ നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടെസ്ലയിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ എന്താണെന്നുള്ളത് പിന്നെ എപ്പോഴും അറ്റൻറ്റീവ് ആണ്, എപ്പോഴും അത് തന്നെ മോണിറ്റർ ചെയ്യും. അതല്ലാണ്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിലൊരു മോഡുണ്ട്, നമുക്ക് സൈഡും കാണാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ പള്ളി എത്താറായി. 3 more minutes ആണ് ഇവിടുന്ന്. ഇതൊരു ഫ്രീമൗണ്ടിൻ്റെ ഒരു വൺ ഓഫ് ദ ഡൗൺ ടൗൺസ് ആണ് ഫ്രീമൗണ്ടിന്, ഇർവിങ്ടൺ എന്ന് പറയും. ഇവിടെ നല്ലൊരു സ്കൂളൊക്കെ ഉണ്ട്. കുറേ ഫ്രീമൗണ്ടിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇന്ത്യൻ സ്റ്റോഴ്സ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ജീവിക്കുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഡബ്ലിനാണ്. ഡബ്ലിൻ അയർലൻഡ് അല്ല, ഡബ്ലിൻ കാലിഫോർണിയ. ഡബ്ലിനിലും ഇഷ്ടംപോലെ ഉണ്ട്, ഇന്ത്യൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഫ്രീമൗണ്ട് ഈസ് ലൈക്ക് മേ ബി 10 times മോർ ദാൻ ദാറ്റ്. കാരണം ഇവിടുത്തെ പോപ്പുലേഷനിൽ അവിടെ തന്നെ കണ്ടില്ല, ഒരു അപ്നി മണ്ടി എന്നൊക്കെ പറഞ്ഞൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. ലുക്സ് ലൈക്ക് എ പഞ്ചാബി സോങ്. ഒരു ബർഗർ കിങ് ഉണ്ട് ഇവിടെ. പക്ഷെ കൂടുതൽ ഇന്ത്യൻ പോപ്പുലേഷനാണ് ഇവിടെ. ഇത് നമ്മൾ പോകുന്ന പള്ളി ഇറ്റ്സ് എൻ ഇന്ത്യൻ കേരള ചർച്ച്, ഇവിടെ മലയാളം പള്ളിയാണ്. അങ്ങനെ ഇന്ത്യൻ പോപ്പുലേഷൻ നന്നായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഈ അപ്നി മണ്ടീൻ്റെ പുറകിൽ ഒരു ചായ ഷോപ്പുണ്ട്, ഇന്ത്യൻ ചായ ഷോപ്പ്. എൻ്റെ പേര് മറന്നുപോയി. സംതിങ് ലൈക്ക് ഇറാനിയൻ സോർട്ട് ഓഫ് ഒരു പേരാണ്, എൻ്റെ പേര് മറന്നുപോയി. ഞാൻ നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ അത് നമുക്കൊരു ക്യാപ്ചർ ചെയ്യാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഒരു നോർമൽ ഒരു വീക്ക് ഡേയിലും ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ഇറ്റ് ബസസ് അറൗണ്ട് വിത്ത് ഇന്ത്യൻ ക്രൗഡ്. അവിടെ ലൈനാണ്. ഒരു ചായ, അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ചായയാണ്, എനിക്കൊന്ന് പേർഷ്യൻ ടീ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഇറാനിയൻ ചായ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് അവിടെ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ലൊക്കേഷനാണ്. അതിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചിടാം. എനിക്ക് തോന്നുന്നത് അത് ഒരു നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾ ഫ്രീമൗണ്ട് ഏരിയയിലൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ പുറകിലാണത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് ദിസ് ഏരിയ. രസമുണ്ടല്ലേ? കുറച്ച് പഴയ സിറ്റിയാണ്, അതുകൊണ്ടാണ് റോഡ്സൊക്കെ ഒന്നും അത്ര പുതിയ സിറ്റി പോലെ അത്ര സ്മൂത്ത് അല്ല. പിന്നെ പഴയ ബിൽഡിങ്ങുകളും പഴയ ടൈപ്പ് വീടുകളും അങ്ങനെയുണ്ട്. പുതിയ ഏരിയാസും ഉണ്ട് കേട്ടോ, പുതിയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള. പക്ഷെ എന്നാലും കൂടുതലും പഴയതാണ്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ അവിടെ എന്തോ ഒരു സം ആക്ടിവിറ്റി ഹാപ്പൻ ചെയ്യുന്നുണ്ട്. എന്താണ് അറിയില്ല, എന്താണ്, മേ ബി പോലീസാണോ അല്ലെങ്കിൽ സം പാർക്കിംഗ് എൻഫോഴ്സ്മെന്റ് ആണോ അറിയില്ല. എന്തായാലും വർക്ക് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എന്തോ ഒരു സം സോർട്ട് ഓഫ് ക്ലീനപ്പ് ഈസ് ഹാപ്പനിങ്. അതൊക്കെ ഡിറ്റക്ട് ചെയ്യും അങ്ങനത്തെ. ഇതിപ്പോൾ നമ്മൾ ആ ഒരു നെക്സ്റ്റ് സ്ട്രീറ്റിലോട്ട് പോവാണ്. അത് വെയിറ്റ് ചെയ്തു വേണമല്ലോ. റെഡ് മാറി ഗ്രീനിലോട്ട് വന്നു. ഈ സ്ട്രീറ്റിൻ്റെ പേരെന്താ, ബ്ലാക്കോ എന്നാണ് സ്ട്രീറ്റിൻ്റെ പേര്. നമ്മൾ ഓൾമോസ്റ്റ് പള്ളി എത്തി. ഇനി നെക്സ്റ്റ് ലെഫ്റ്റ്. ഇപ്പോൾ ഫ്രീമൗണ്ടിലൊരു ഇങ്ങനത്തെ സിഗ്നൽസ് ഉണ്ട്. ഫ്രീമൗണ്ടിൽ കുറേ നമ്മുടെ ഓരോ സിറ്റികളിലും ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ലൈറ്റ്സ് ഉണ്ട്. അത് ഞാൻ US ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഇത് ബ്ലിങ്ക് ചെയ്യും. ഇപ്പം ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ട്രാഫിക് ഇല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് എടുക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇത് കണ്ടല്ലേ, ഈ FSD വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടി കൊടുത്തു. അത് തന്നെ എടുക്കേണ്ടതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര യുണീക്ക് സിഗ്നൽ ആയതുകൊണ്ട് അത് ട്രെയിൻഡ് അല്ലായിരിക്കും മിക്കവാറും. ഓക്കെ, അത് എന്തുകൊണ്ടത് വർക്ക് ചെയ്തില്ല. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് ചെയ്തു ആക്സിലറേറ്ററിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇതാണ് നമ്മുടെ പള്ളി. ഓക്കെ, അപ്പം നമുക്കിനി നോക്കാം, നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ശരി, ബൈ. ഇത് നമ്മളിപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയെന്ന് പറഞ്ഞില്ലേ, പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. തിരിച്ച് ആ സെയിം റൂട്ടാണ്. അപ്പം നമ്മൾ ആ ഫ്രീമൗണ്ട് സിറ്റി ലിമിറ്റിലാണ്. തിരിച്ച് കുറച്ച് ട്രാഫിക് ഉണ്ട്. ഇപ്പം ട്രാഫിക് ഉണ്ടല്ലേ, ഇവിടെ കാണിക്കും. അപ്പം നമുക്കൊരു 38 minutes ഉണ്ട്. 38 minutes കുറേ റെഡ് ഉണ്ടല്ലോ വഴിയിൽ. എനിക്കൊന്ന് ഐഡിയലി ഒരു 25 minutes ഉള്ളൂ ഇങ്ങോട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 15 minutes നമുക്ക് എക്സ്ട്രാ. ഇതാണല്ലോ ഈ റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കുറേ ഇങ്ങനെ പാം ട്രീസ് ഒക്കെ നട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു ഹിൽസ് ഉണ്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ ഒരു
സമ്മർ കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ ഡ്രൈ ആവും, കുറച്ചും കൂടി ടെമ്പറേച്ചറൊക്കെ കൂടും. പക്ഷെ ഇപ്പം പെർഫെക്റ്റ് ആണ്, നിയർ പെർഫെക്റ്റ് വെതറാണ്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഹൈവേ ആണ് ഇവിടെ. ഇതിൻ്റെ ഹൈവേ നമ്പർ ഇസ് 680. ഇവിടെ കാലിഫോർണിയ US ഇങ്ങനെ നമ്പേഴ്സിലാണ് റോഡ്സ്, മിക്ക റോഡ്സ് എക്സെപ്റ്റ് സ്ട്രീറ്റ് റോഡ്സ് ഇങ്ങനെ നമ്പേർഡാണ്. ഇന്ത്യയിലേക്ക് പോലെ തന്നെ ഇന്ത്യയിലും ഇപ്പം നമ്പറിങ് സ്കീമാണല്ലോ ഫുള്ള്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൈവേൻ്റെ നമ്പർ കാണില്ല ഇവിടെ. ഇപ്പം 680 ഇൻ്റർസ്റ്റേറ്റ് 680 നോർത്ത് സാക്രമെൻറ്റോ. ഇത് സാക്രമെൻറ്റോ വരെ പോകുന്ന ഒരു ഹൈവേ ആണ്. പിന്നെ ഹൈവേ നമ്പറിങ്ങും കുറേ ഇൻട്രസ്റ്റിംഗ് ആണ് US. ഈ ഹൈവേ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ്, 2 നമ്പറുള്ള ഹൈവേസൊക്കെ മെയിൻ ഹൈവേസ് ആണ്. 2 സിംഗിൾ ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ മെയിൻ ഹൈവേ ആണ്. 3 ഡിജിറ്റുള്ള ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ഹൈവേ ഒക്കെ പോലെയാണ്. എന്നുവെച്ചാൽ ഒരു മെയിൻ ഹൈവേ നിന്ന് വേറെ ഹൈവേയിലോട്ട് കണക്ട് ചെയ്യുന്ന ഹൈവേ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്പറിങ് സ്കീം. പിന്നെ വേറെ ഒരു ഹൈവേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേർഡ് ഹൈവേ നോർത്ത് ടു സൗത്ത് ആണ് സാധാരണ റൺ ചെയ്യുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ടു വെസ്റ്റോ, വെസ്റ്റ് ടു ഈസ്റ്റോ, അങ്ങനെ ആ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു ഇൻഡിക്കേറ്ററാണ്. നമ്മളിപ്പം അറിയാണ്ട് ഇപ്പം ഡയറക്ഷൻ GPS എങ്ങനെ ഓഫായി പോയാൽ ഏത് ഹൈവേ എടുക്കേണ്ടതെന്ന് കുറച്ചൊരു ഐഡിയ കിട്ടും നമ്പറിങ് വെച്ചിട്ടാണ്. ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഈ ഹൈവേയുടെ സിഗ്നൽ കിട്ടാൻ. ഇതിപ്പോൾ നമ്മളുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഫ്രീമൗണ്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസ് ഉള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയേൻ്റെ പേര് മിഷൻ ഡിസ്ട്രിക്റ്റ് എന്നാണ്. മിഷൻ ഡിസ്ട്രിക്റ്റിലെ ഇവിടുത്തെ ഒരു ഹൈസ്കൂളുണ്ട്. ഈ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് US തന്നെ ടോപ്പ് 10 വരുന്ന ഹൈസ്കൂളാണ്. ടോപ്പ് 10 റാങ്കിങ്ങിൽ വരുന്ന ഒരു ഹൈസ്കൂൾ. ഇപ്പോൾ ഇവിടുത്തെ വീടുകൾ കണ്ടില്ല, ഈ മിഷൻ ബുലവാർഡും ഇവിടുത്തെ വീടുകൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിനനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ ഭയങ്കര ഹൈ ആണ്. ഇവൻ ചെറിയ വീടിന് വരെ മിനിമം $1 മില്യൺ വരും, അറ്റ്ലീസ്റ്റ് $1 മില്യൺ വരും. അപ്പോൾ കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഈ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർ നമ്മളിപ്പം മിഷൻ ഏരിയയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. മിഷൻ ബുലവാർഡും മിഷൻ ഹൈസ്കൂളിൻ്റെ ഏരിയ ആണ്. ഇതിപ്പോൾ ഹൈവേ ആണ്, നമ്മൾ ഫ്രീ വേ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാണ് ഈ ഏരിയയിലെ സ്കൂൾ ഭയങ്കര ഹൈഫൈ സ്കൂളാണ്. ഭയങ്കര രസമുണ്ടല്ലേ ഈ ഒരു ഹിൽസും. ഇവിടെ കുറേ ഇങ്ങനെ ഹൈക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ. ഈ 680 ഇങ്ങനെ പോകുന്നത്. ഞങ്ങളൊരു ഹൈക്കിംഗ് സ്പോട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി ഒരു ലിറ്റിൽ യോസമിറ്റി എന്ന് പറഞ്ഞൊരു ഹൈക്കിംഗ് സ്പോട്ടുണ്ട്. അതൊരു നല്ലൊരു സ്പോട്ടാണത്. കുറച്ച് നടക്കാനുണ്ട്, പക്ഷേ ഒരു നിയർ ബൈ ഒരു നല്ലൊരു കൂൾ സ്പോട്ടാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു ട്രാഫിക് ബ്ലോക്ക് പോലെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റൈറ്റ് ലൈനിലോട്ട് പോകും നോക്കാം നമുക്ക്. റൈറ്റ് ലൈൻ കുറച്ചുകൂടെ സ്പീഡിൽ പോവും ആദ്യമൊക്കെ ബ്ലോക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. അപ്പോൾ മിക്കവാറും അത് എടുക്കുമായിരിക്കും റൈറ്റ് ലൈൻ. അല്ലേ ഇത് സ്ലോ ആണെന്നല്ലേ. തന്നെ റൈറ്റ് ലൈനിലോട്ട് പോകുന്നു. കൊള്ളാം അല്ലേ, തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് റൈറ്റ് ലൈനിലോട്ട് പോയി. അപ്പം റൈറ്റ് ലൈനും സ്റ്റക്ക് ആവും ഇവൻച്വലി. കണ്ടല്ലേ, ഇന്ന് പക്ഷെ നല്ല ക്ലിയർ ഡേ ആണ് ഇന്ന്. ഇപ്പോൾ സ്കൈ ഒക്കെ നോക്കും, സ്കൈ ഒക്കെ ഒരു ക്ലൗഡ് പോലും ഇല്ല, ഭയങ്കര ബ്ലൂ സ്കൈസ് ആണ്. ഇപ്പോൾ ഈ ടൈം ഓഫ് ദി ഇയർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഏരിയയിൽ. മൊത്തത്തിൽ ആൾക്കാരൊക്കെ ഇന്ന് തിരിച്ചൊന്ന് ആക്റ്റീവ് ആവും. ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിൽ ഇന്നലെയാണല്ല 2 days ബാക്ക് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ഉണ്ടായിരുന്നു, June 10th എന്ന് പറഞ്ഞ ഒരു റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് പബ്ലിക് ഹോളിഡേ ആണ് US June 10th. അപ്പം June 10th സമയത്ത് ഞങ്ങളൊരു ബീച്ച് ട്രിപ്പൊക്കെ പോയി. അപ്പോൾ നല്ല കുറച്ചുകൂടെ ഒരു വാർമറാണ്. അപ്പം ബീച്ചിലൊക്കെ പോയാലും കുറച്ചുകൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, ഭയങ്കര കാറ്റ് കടിച്ച്. ഈ ടൈമിൽ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഇപ്പം മോസ്റ്റ്ലി കുറേ ആൾക്കാരൊക്കെ ഇപ്പം സ്കൂളൊക്കെ ഇപ്പം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബേസിൽ ഇപ്പം കുറേ ആൾക്കാർ ഇന്ത്യയിൽ നാട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ ട്രിപ്സാണ് മോസ്റ്റ്ലി ഇങ്ങനത്തെ ലോങ് വീക്കെൻഡ്. ഇതൊരു ലോങ് വീക്കെൻഡ് എന്ന് പറയാം, ശരിയല്ല എക്സാക്ട്ലി ലോങ് വീക്കെൻഡ് അല്ല, കാരണം തേഴ്സ്ഡേ ആയിരുന്നു ഹോളിഡേ. അപ്പോൾ ആൾക്കാർ ഫ്രൈഡേയും കൂടി അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ലോങ് വീക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ.
ഇതിപ്പം കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ലെഫ്റ്റിലോട്ട് എടുത്തത് ഞാൻ ഡയറക്ഷൻ കൊടുത്താണ്, കാരണം ഞാൻ ഈ ഇൻഡിക്കേറ്റർ ഇട്ടല്ലോ. ഇപ്പോൾ ഇത് തന്നെ പോകുന്നതാണ്. പിന്നെ ഇവന് ഫീൽ ചെയ്തു റൈറ്റിലോട്ട് പോകാമെന്ന്. ലുക്സ് ലൈക്ക് അതൊരു എക്സിറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. ഇപ്പോൾ ഇതൊരു എക്സിറ്റിലോട്ട് ഇത് തന്നെ റീറൗട്ട് ചെയ്തായിരിക്കുവാണ്. ആ എക്സിറ്റ് എടുക്കണോ വേണ്ടിയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാനിപ്പോൾ അത് നോക്കുമ്പോൾ അവിടെയും അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ആ എക്സിറ്റിലും. 1 hour 47 minutes ആണ് ഇഫ് ഐ ടേക്ക് ദാറ്റ് എക്സിറ്റ്. നമുക്ക് ആ എക്സിറ്റ് എടുക്കാണ്ട് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. കാരണം ചിലപ്പോൾ ഈ നാവിഗേഷൻ സിസ്റ്റം എപ്പോഴും റിലയബിൾ അല്ല. ചിലപ്പോൾ എക്സിറ്റ് കുറേ ആൾക്കാരെ വിട്ട് കഴിയുമ്പം ആ എക്സിറ്റ് ഭയങ്കരമായിട്ട് ക്ലോക്ക്ഡ് ആവും. നമുക്ക് എക്സിറ്റ് എടുക്കാണ്ട് പോയി നോക്കാം, എന്താവും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഈ FSDക്ക്. നമുക്ക് അതിനോട് പറയാൻ പറ്റില്ല ഡോണ്ട് ടേക്ക് ദാറ്റ് എക്സിറ്റ് എന്നോ. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടാകാൻ നല്ലതായിരുന്നു അല്ലേ. നമുക്കിപ്പം FSDന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ റൂട്ടിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ FSD എനേബിൾ ചെയ്യണം. അതേ ഉള്ളൊരു ഓപ്ഷൻ അല്ല. ഇതിപ്പോൾ റൈറ്റ് എടുക്കാൻ പോവും, പക്ഷെ ഞാനിപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ FSDന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ, കാരണം ഇപ്പം തന്നെ അവിടെ കണ്ടില്ലേ വണ്ടികളൊക്കെ അവിടെ ഫുൾ സ്റ്റക്കാണ്. അപ്പം ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ റീറൗട്ട് ആവും. ഇപ്പം നമ്മൾ ആ എക്സിറ്റ് എടുത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ തന്നെ റീറൗട്ട് ആവും. പിന്നെ ഞാൻ FSD എനേബിളായി. അപ്പോൾ ഇത് ആ ലൈനിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പിന്നെ കൺട്രോൾ എടുത്തു, കാരണം എൻ്റെ കൈ സ്റ്റിയറിംഗ് വീൽ കണ്ടില്ല. നമുക്ക് നോക്കാം. നോട്ട് ബാഡ് അല്ലേ. എനിക്കറിയില്ല ടൈം ചേഞ്ച് ചെയ്ത് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എനിക്ക് ഈ ലോക്കൽ റൂട്ടിൽ ഓടിക്കലും വലിയ ഇഷ്ടമില്ല. കാരണം ഒന്നാമത് FSDൻ്റെ വർക്കിംഗ് ഫ്രീ വേസിലാണ് ഏറ്റവും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം പക്ഷേ ലോക്കൽ റൂട്ടിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ചില സിറ്റുവേഷനിലൊന്നും അത്രയും പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമുക്കിപ്പം ഇവിടെ ഇപ്പം ഞാനാണിത് കൺട്രോൾ ചെയ്യുന്നത്. എന്താ അറിയില്ല, എനിക്കത് അതിന് വിട്ടുകൊടുക്കാം. പക്ഷേ ഐ ഫീൽ ലൈക്ക് ടേക്കിംഗ് ഓവർ. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലാണ് ഈ റൂട്ടിലെ ട്രാഫിക് ഏറ്റവും കുറവിനി. കാരണം ഇവിടെ ഒരു ലൈൻ മെർജ് വരുന്നുണ്ട്. ഈ റൈറ്റ് ലൈൻസ് രണ്ടും 1 ലൈനായിട്ട് കൺവേർട്ട് ആവും. അപ്പോഴത്തേക്ക് ഇവിടെ ട്രാഫിക് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെല്ലെ മെല്ലെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടില്ല, നമ്മുടെ ഫ്രണ്ടിലൊരു ജീപ്പിൻ്റെ ഒരു വണ്ടിയാണ്. അത് നല്ലൊരു കാറാണത്. ഒരു SUV സ്റ്റൈൽ ചെറോക്കിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ജീപ്പ് ചെറോക്കി എന്ന് പറഞ്ഞൊരു വലിയൊരു SUV ആണ് ഈ വണ്ടി. ഇവിടുത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇത് അമേരിക്കൻ മേക്കാണ് ജീപ്പ്. പക്ഷേ കൂടുതലും പോപ്പുലർ ഈസ് ജപ്പാൻ കാർസാണ്. ടൊയോട്ട ഓർ ഹോണ്ടയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള കാർസ്. ഇതിപ്പോൾ ഞാൻ തന്നെ എടുത്ത് കയറുവാണ് ഈ ലൈനിലോട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലൈനിലെത്തി. ഇപ്പം ഇവിടെ നല്ലൊരു വ്യൂ ആണ്. നോക്കിയേ, നമ്മുടെ ആ ഹിൽസിൻ്റെ ഒക്കെ നല്ല കിടിലം വ്യൂ ആണ്. ഇവിടുത്തെ ഹിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടുള്ള ആ ഹിൽസിന് വലിയ ഗ്രീനി അല്ല. എന്ന് വെച്ചാൽ മരങ്ങളൊന്നും അധികമില്ല, മൊത്തം ഗ്രാസാണ്. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് അത് ഗ്രാസ് ഉള്ള പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ, ജസ്റ്റ് ഫ്ലാറ്റ് ഹില്ല് പോലെയാണ്. പക്ഷേ നമ്മളിപ്പം ഈ ലെഫ്റ്റിലോട്ടൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം വലിയ ഗ്രാസുകളാണ് ഇതിലുള്ളത്. നമുക്കിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് കാണുമ്പോൾ അത് വലിയ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പാച്ചി ആയിട്ട് കുറച്ച് ട്രീസ് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. ഒരു കോൺട്രാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും അല്ലേ, ആ ഫ്രണ്ടിലത്തെ ആ മലകളൊക്കെ, ആ വാലി കഴിഞ്ഞിട്ടുള്ള മലകളും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹൈക്കിംഗ് സ്പോട്ട്, ലിറ്റിൽ യോസെമിറ്റി. അത് ആ ഏരിയയിലാണ്. ആ ഒരു പാച്ചി ഹില്ലിൻ്റെ ഒക്കെ റൈറ്റ് സൈഡിലോട്ടാണ് ആ ഒരു ലിറ്റിൽ യോസെമിറ്റി. പിന്നെ അങ്ങോട്ട് ആ റൈറ്റിലോട്ട് വേറെ റൂട്ടുണ്ട്, സൗത്ത് ബേയിലോട്ട്. നമുക്ക് മിൽപീറ്റാസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു കാലവരാസ് റോഡും അങ്ങനെ റൂട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഒരു റിസർവോയറിനൊക്കെ സൈഡിൽ കൂടെയുള്ള റൂട്ടാണ്. ഞാൻ കുറച്ച് നല്ലൊരു ഡിഫറെൻറ്റ് റൂട്ടാണ്. പക്ഷേ ഭയങ്കര സിംഗിൾ ലൈൻ ഓർ 2 ലൈൻ റോഡാണ്. അപ്പം കുറച്ച് എന്തെങ്കിലും വല്ല ആക്സിഡൻസ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ചലഞ്ചുണ്ട്. പക്ഷേ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഒരു നല്ലൊരു റൂട്ടാണ് അത്. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, ഈ റോഡിലിപ്പം റീസെൻ്റ്ലി ആയിട്ട് ഞാനിപ്പം ഇന്നലെയും 2 ദിവസം മുന്നേയും ഞാൻ ഡ്രൈവ് ചെയ്തപ്പം ഈ നോർത്തിലോട്ടുള്ള സെക്ഷൻ ഭയങ്കരമായിട്ട് ട്രാഫിക് ഉണ്ട്.
റീസൺ അറിയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ലൈനെങ്ങാനും ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, അതോ ആൾക്കാരെല്ലാം ഈ ഏരിയയിലോട്ട് ഡ്രൈവ് ചെയ്യാണോ, ഐ ഡോണ്ട് നോ. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകണം, അല്ലാണ്ട് ഇങ്ങനെ ട്രാഫിക് ഇവിടെ വരേണ്ടതല്ല ഈ നോർത്തിലോട്ട്. ഇതിപ്പോൾ നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടുവേർഡ്സ് പ്ലസന്റൺ, എന്താണ് വാൾനട്ട് ക്രീക്ക്, ടുവേർഡ്സ് സാക്രമെന്റോ, അങ്ങനെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇത് നല്ല റൂട്ടാണ്. ഈ 680 എന്ന് പറഞ്ഞാൽ രണ്ട് ഗാർഡ് സെക്ഷൻ നമ്മളിപ്പോൾ ഓൾറെഡി ക്രോസ് ചെയ്ത്. ഇത് സൈഡിൽ കൂടെ കണ്ടോ, ഒരു ബൈക്ക് ഇപ്പം ക്രോസ് ചെയ്ത് പോയത് കണ്ടോ. ഇത് FSDന്റെ വേറൊരു പ്രശ്നം അതാണ്, നമ്മൾ ഈ ബൈക്സ് ഒക്കെ ബാക്കിൽ വരുമ്പോൾ ജനറലി അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് കുറേ മാറി കൊടുക്കുക. പക്ഷെ FSD അത്രയ്ക്കൊന്ന് മാറാറില്ല. അപ്പം നമ്മുടെ ഫ്രണ്ടിലെ കാർസ് കണ്ടില്ലേ, ആ ട്രക്കൊക്കെ നമ്മുടെ നെക്സ്റ്റ് ഫ്രണ്ടിലുള്ള വണ്ടി, ആ ട്രക്കൊക്കെ ഓൾമോസ്റ്റ് ലെഫ്റ്റിലൂടെ ഭയങ്കര ചേർന്നാവുന്നത്. അപ്പോൾ ഈ ബൈക്സ് വന്നു കഴിയുമ്പോൾ അവർക്കൊരു, നമ്മൾ മാറിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും അവർക്ക് അങ്ങനെ. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മൾ FSD ആണ്. അങ്ങനെ അവർക്ക്, അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ മാറി കൊടുക്കാതെയാണെന്നൊക്കെ വിചാരിക്കും ചിലപ്പം. ഭയങ്കര ക്ലോസ് ആയിട്ട് അവർ പോവാറ്. അതിൻ്റേതായ റിസ്ക്കും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടില്ലേ ഒരു ട്രക്കിൽ, ഈ ട്രക്കിൽ കണ്ടോ, ഇത് എനിക്കൊന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ആരോ മൂവ് ചെയ്യാമെന്ന് തോന്നേ. ഇവിടെ ട്രക്ക് ഭയങ്കര പോപ്പുലർ ആട്ടോ യു എസിൽ. എനിക്കൊന്ന് ഇവിടുത്തുകാരുടെ ഒരു മെയിൻ പോപ്പുലർ, എനിക്കൊന്ന് ഏറ്റവും പോപ്പുലർ റീസെൻ്റ്ലി വരെ ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് മോഡൽ വയ്യങ്ങാണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ള കാർ ഓർ ലൈക്ക് ഓട്ടോമൊബൈൽ അല്ലേ, അതൊരു ഫോർഡിൻ്റെ F-150 എന്ന് പറയുന്ന ഒരു ട്രക്കായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ മേടിക്കുന്ന ഒരു സാധനം ട്രക്കാണ് അല്ലേ. എന്തേലും ടൈപ്പ് ട്രക്കുകളാണ് അത്. ടൊയോട്ടേൻ്റെ ട്രക്കാണ്, ടക്കോമ എന്ന് പറയും. പിന്നെ നോക്കിയാൽ ഫുൾ ഇഷ്ടംപോലെ ട്രക്ക് ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് ഈ വലിയ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ 5 പേർക്ക് ഇരിക്കാം ഓരോ മോസ്റ്റ് ഓഫ് ദി ട്രക്സിൽ. ഇപ്പം നോർമലി ജനറൽ നമ്മുടെ ഇപ്പം ഈ കാറിൻ്റെയൊക്കെ ഒരു അത്ര ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ ബാക്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഈ ട്രങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ഡിക്കിക്ക് ട്രങ്ക് എന്നാണ് പറയുക അമേരിക്കയിൽ. അപ്പോൾ ട്രങ്കിലൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ. നമ്മുടെ ഇപ്പം ഈ സിഡാനിലൊക്കെ നമ്മളത് ഓപ്പൺ ചെയ്ത് എല്ലാം ശരിക്കും പാക്ക് ചെയ്യണ്ടേ കറക്റ്റ്. ഇപ്പോൾ ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് എന്താന്ന് പറഞ്ഞാൽ എടുത്തിട്ടിട്ട് അങ്ങ് പോവാം. എനിക്കും ഇഷ്ടമാണ് ശരിക്കും ട്രക്ക്. പക്ഷെ നമുക്ക് ഒരു മെയിൻ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ട്രക്കൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ മേടിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ഈ വണ്ടി വൺസ് നമ്മൾ, എനിക്ക് തോന്നുന്നത് കുറച്ചൊരു വണ്ടിയായിട്ട് ഭയങ്കര യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് നമ്മൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കേസും അങ്ങനെയല്ലേ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫോണ് ഭയങ്കര യൂസ്ഡ് ആയി നമുക്കങ്ങനെ മാറാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അത് കണ്ടില്ലേ ഒരു ട്രെയിലർ പോലെ ഒരു SUV-യിൽ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അതൊക്കെ ഭയങ്കര കോമണാണ് ഇവിടെ. അതിനെനിക്ക് തോന്നുന്നു എക്സ്ട്രാ അങ്ങനെ ലൈസൻസോ അങ്ങനെയൊന്നും വേണ്ടാന്ന് തോന്നേ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല ഇവിടെ. നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് വെച്ച് അത്യാവശ്യം വലിയ ട്രക്ക് വരെ നമുക്ക് ഓടിക്കാം. എക്സെപ്റ്റ് എനിക്ക് തോന്നുന്നത് വലിയ സാധനമില്ലേ ഈ സെമായി ട്രക്ക് എന്നൊക്കെ പറഞ്ഞേ, ഈ വലിയ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ജനറൽ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ട്രക്ക് വരെ നമ്മുടെ നോർമൽ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റും. അത് നല്ല അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു വീടൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി പോയി ട്രക്ക് അങ്ങ് റെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രക്ക് റെൻറ്റ് ഡ്രൈവറിനെയോ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അതിൻ്റെ റിസ്ക്കുകളും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ വണ്ടി ഓടിക്കുന്ന പോലെ അല്ലല്ലോ ട്രക്ക്. അപ്പോൾ അത് നമ്മളെ ഹൈവേ കൂടെയൊക്കെ ഓടിക്കുമ്പോഴും, ഞാൻ ഓരോ പ്രാവശ്യം വലിയത് ഓടിച്ചിട്ടുണ്ട്. വലിയൊരു മീഡിയം സൈസ് ട്രക്ക് ഞങ്ങൾ ആദ്യം മിൽപിറ്റാസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഡബ്ലിനിലോട്ട് മൂവ് ചെയ്തപ്പം അതൊരു ട്രക്കിൽ ആ സാധനമൊക്കെ വെച്ചാൽ അന്ന് എനിക്കൊന്ന്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഡ്രൈവ് ചെയ്ത്. അത്യാവശ്യം ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ഫ്രീ വേ കൂടെ ഒക്കെ ഓടിക്കുമ്പോഴത്തേനും കുറേ വിൻഡ് ബ്ലാസ്റ്റ് ഒക്കെ വരും. വിൻഡൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കാറൊന്നും ഓടിക്കുന്ന പോലെ അല്ല. അത് റോഡിൽ നിർത്തണമെങ്കിൽ കുറച്ച്, ആ ട്രക്കിൻ്റെ കാര്യം പറഞ്ഞാണ്, നമ്മൾ റോഡിലൊക്കെ നിർത്താനൊക്കെ കുറച്ച് പണിയാണ്. ഇതിപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതേ ഒരു റേബാൻ മെറ്റ എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ 3 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ മാക്സ് ഡ്യൂറേഷൻ ഓരോ വീഡിയോയ്ക്കും. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ചില വീഡിയോകളൊക്കെ ഇങ്ങനെ കട്ടായി പോകുന്നത്. പക്ഷെ നല്ല കൺവീനിയൻ്റാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് ആണ്, എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് എൻ്റെ കണ്ണിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രെറ്റി മച്ച് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഈ വീഡിയോസൊക്കെ, ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതെനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. FSD ആണ്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും തിരിയാം.
ഭയങ്കര പ്രശ്നമില്ല, അങ്ങനെ അത്രയ്ക്ക് മോണിറ്ററിങ് പ്രശ്നമില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ റെക്കോർഡാവും, അതൊക്കെ നമുക്ക് ആൾക്കാരെ എത്തിക്കാമല്ലോ. അതൊരു ഭയങ്കര ഒരു നല്ലതാണെന്ന് ഒരു ടൈപ്പ് ഓഫ് വ്ളോഗിങ് അല്ലേ. നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ റിയൽ ഇതിൽ കാണാൻ പറ്റുന്നത്, നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്ന ഒരാളുടെ വിഷനിൽ നിന്ന് കാണുന്ന പോലെ അല്ലേ. ഇവിടെ ഈ ഒരു പോയിന്റ് ഒരു ജംഗ്ഷനാണ് ശരിക്കും. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, നോർത്ത് 680 സാക്രമെന്റോ വാൾനട്ട് ക്രീക്ക്, പിന്നെ ഈസ്റ്റ് 84 ലിവർമോർ. അതൊരു എക്സിറ്റ് ആണ് ശരിക്കും. ഇവിടുന്ന് ലിവർമോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു റൂട്ട് ഉണ്ട്. നമ്മൾ ഈ മാപ്പിൽ നോക്കി അറിയാം. കണ്ടില്ലേ, ഇങ്ങനെ ഈ റൂട്ട് പോകുന്നുണ്ടോ, ഇതിങ്ങനെ ലിവർമോറിലോട്ട് ഡയറക്റ്റ്ലി ഒരു റൂട്ടാണേ. നമുക്ക് നേരെയും പോവാം, നേരെ പോയിട്ട് ഇങ്ങനെയും പോവാം. അതൊരു കണ്ടില്ലേ, ഞാനിങ്ങനെ വല്ലാണ്ട് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോഴത്തേനും പറയുന്നുണ്ടല്ലേ പ്ലീസ് പ്ലേ അറ്റൻഷൻ. എനിക്ക് ഈ റൂട്ടുകളും ഈ എന്താ പറയുക, ഈ നാവിഗേഷൻസും ഈ ഹൈവേസ്, അതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ക്രേസാണ്. നമ്മൾ നാട്ടിലുള്ള മുതൽ ഇന്ത്യയിലായിരുന്നപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെറുതിലെ, ഞാൻ ജനിച്ചത് വയനാട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമുക്ക് അവിടെ വലിയ റോഡ്സോ ഈ നാഷണൽ ഹൈവേസോ അങ്ങനെയൊന്നും ഭയങ്കര കുറവാണ്. ഇവഞ്ച്വലി അതൊക്കെ വന്നത്, റെയിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ക്രേസാണ്. നമ്മളൊക്കെ പണ്ട് വയനാട്ടിൽ നിന്ന് നമ്മൾ കോഴിക്കോടോ കൊച്ചിനിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ആ വലിയ നാട്ടിലത്തെ നമ്മുടെ അന്നത്തെ നാഷണൽ ഹൈവേ ഒക്കെ 2 ലൈൻ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അമേരിക്ക വന്നു കഴിയുമ്പോൾ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ, നമ്മൾ പണ്ടത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. എന്നാലും ഇത്രയും റോഡ്സും ഈ റോഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തൊക്കെ നമ്മൾ ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് 70s 80s ഒക്കെ ഉള്ള റോഡ്സ് ആണത്. എനിക്ക് ഈ കറക്റ്റ് ഹൈവേനെ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് നമ്മുടെ ഈ റോഡ് നെറ്റ്വർക്ക്സ് അല്ലേ, US മെയിൻ ഹൈവേസും ഫ്ലൈ ഓവേഴ്സും അതെല്ലാം പഴയതാണ്, 70s 80s. അപ്പോൾ നമുക്ക് ബിലീവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഇത് ഉള്ള റോഡ്സാണ്. പുതിയ ഹൈവേസും ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ എന്നാലും പിന്നെ കൺസ്ട്രക്ഷൻ കുറേ സ്ലോ ഡൗൺ ചെയ്തു, കാരണം ഇവിടെ നെറ്റ്വർക്ക് ക്വാളിറ്റി നല്ല ഒരു ബാക്ക് ബോൺ ആയി. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് പീക്ക് അവറിലൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും പണ്ടേ ഇവർ നന്നായിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിലേ എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചാണ് ഇത്രയ്ക്കും ഇപ്പം ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഉണ്ടല്ലേ, ട്രാഫിക് കാരണം. ഇപ്പോഴത്തെ എനിക്ക് കറണ്ട് സിറ്റുവേഷൻ അറിയില്ല കേട്ടോ, കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ലീവ് ചെയ്തത് 2015 14 കണ്ടോ. എന്നാലും നമ്മൾ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേൾക്കാം ബാംഗ്ലൂർ ട്രാഫിക് ഒരു രക്ഷയില്ലാന്ന്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഇവിടുത്തെ ട്രാഫിക് പോലും നമ്മൾ ഭയങ്കര ഹാർഡാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ, ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഫോളോ ചെയ്യും കേട്ടോ. കുറേ നല്ല അവർ ലൈൻ ഫോളോ ചെയ്യും, ലൈൻ ചേഞ്ച് ഒക്കെ ചെയ്യും. എന്നാലും ഇപ്പം ലൈനിൻ്റെ പുറത്തോടെ ഒന്നും പോകില്ല. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഷോൾഡറൊക്കെ കാണുന്നില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല ഏരിയ അല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതിലൂടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ബാംഗ്ലൂരൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ BMTC ബസ്സുകൾ സൈഡിൽ കൂടെ പോകും അല്ലേ, അവരാണ് ആദ്യം വയലേറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ അതൊക്കെ ഭയങ്കര ഒരു വ്യത്യാസമാണ് കേട്ടോ. എനിക്കത് മോസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ കൺട്രീസിൽ റൂൾസ് പക്ക ഫോളോ ചെയ്യും. അതുകൊണ്ട് നമുക്ക് തന്നെ അത് ഒരു ഒബ്ലിഗേഷനാണ് റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അല്ല, ഇത് ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. ഇതെനിക്ക് തോന്നുന്നത് പ്ലസന്റൺ ഏരിയ എത്തി. ഈ ലെഫ്റ്റ് സൈഡിൽ നല്ല, ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഏരിയയിലോട്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ. എനിക്കറിയില്ല വീട്ടിൽ എത്രത്തോളം ക്ലിയർ ആണ്, പക്ഷെ ഒരുവിധം നല്ല മാൻഷൻസ് ഉണ്ട് അവിടെ ഈ മലേൻ്റെ സൈഡിലായിട്ട്. ഇവിടെ സ്കൂൾസൊക്കെ കുറച്ച് ഹാർഡർ ആയിരിക്കും, കാരണം എനിക്ക് തോന്നുന്നു എലിമെൻ്ററി മിഡിൽ സ്കൂളൊക്കെ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. ഹൈസ്കൂൾ ഉണ്ടെന്ന് എനിക്കറിയാം ഇവിടെ അടുത്ത്, കുറച്ച് അങ്ങനെ പ്രശ്നമായിരിക്കും. പക്ഷെ എനിക്ക് നമുക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫും അതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ഈ പ്ലസന്റൺ ആ സൈഡത്തെ ഹിൽസൊക്കെ. ഇതിപ്പോൾ നമ്മൾ ആ മൗണ്ടൻ പാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി എന്താണ് പറയുക, ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി, പോപ്പുലേഷനൊക്കെ ഉള്ളൊരു ഏരിയയിൽ. കാരണം ഇത്രയും നമ്മൾ ഡ്രൈവ് ചെയ്ത് ആ ഫ്രീമൗണ്ട് കഴിഞ്ഞിട്ട് ഇത്രയും ഏരിയയിലും അധികം പോപ്പുലേഷനൊന്നും ഇല്ല ശരിക്കും. നല്ല എന്നാൽ നമ്മൾ സൗത്ത് ബേ എന്നൊക്കെ ഇല്ലേ, സിലിക്കൺ വാലി എന്നൊക്കെ അടുത്തുള്ള ഏരിയ ആയിരുന്നു ആ വാലിയൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ആ വാലിയൊക്കെ ഡെവലപ്പ് ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർക്ക് കുറേ റൂൾസ് ഉണ്ടാവും, കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടാവേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്രയും റെസിഡൻഷ്യൽ ഏരിയാസ് ഒന്നും പറ്റില്ലായിരിക്കും അവിടെ. അപ്പം നമ്മൾ ഈ പ്ലസന്റൺ എത്തിക്കഴിഞ്ഞാൽ, ഇത് പ്ലസന്റൺ ഏരിയ ആണ്. ഇപ്പം പ്ലസന്റൺ ഏരിയ എത്തിക്കഴിഞ്ഞാൽ വീടുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം സൈഡിൽ കണ്ടോ, ഇപ്പം ലെഫ്റ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്.
ഈ ഏരിയയ്ക്ക് എനിക്ക് തോന്നുന്നത് ഫുഡ് ഹിൽ ഏരിയ എന്നാണ് പറയുന്നത്. ഫുഡ് ഹില്ല് എന്ന് വെച്ചാൽ നമ്മൾ ഹില്ലിൻ്റെ താഴെയുള്ള ഒരു ഏരിയ. ഇവിടെ കണ്ടില്ല, ഇവിടെ റോഡിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം ഇവിടെ 3 ലെയിനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ലൈനും കൂടെ ഇവർ ആഡ് ചെയ്യും ഇവിടെ ഈ ലെഫ്റ്റിലോട്ട് ഒരു. പക്ഷെ എന്നാലും അവർ ആ റോഡ് കുറച്ചുകൂടെ കണ്ടില്ല. ഇവിടെ കണ്ടില്ല അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈല് വീടുകളൊക്കെ, അപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇത് ബേണൽ അവന്യൂ എന്ന് പറയും. കണ്ടോ, ഇത് ഇപ്പം നമ്മൾ പ്ലസന്റൺ ഏരിയ എത്തി. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം പെട്ടെന്ന് എത്തി കേട്ടോ. വലിയ ട്രാഫിക്ക് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോൾ ആ എക്സിറ്റ് എടുക്കാണ്ടിരുന്നത് നന്നായി. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ്. ഇവർ പറയുന്ന എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കൂടുതൽ ടൈം കിട്ടും. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹൈവേ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മറ്റവിടുത്തെ പിന്നെ സ്റ്റോപ്പ് വരും, അവിടെ എല്ലാം കൂടെ ഒരു ബ്ലോക്ക് വരും. അങ്ങനെ ഹൈവേ എല്ലാം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പണിയും കിട്ടിയിട്ടുണ്ടോ. റെയർ ചാൻസിൽ കഴിഞ്ഞ ദിവസം എനിക്ക് പോകുന്നത് എവിടെയാ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബീച്ച് ട്രിപ്പ് ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം ഇവരെനിക്കൊന്ന് ആ 84 ആ ലിവർമോർ റൂട്ടില്ലേ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ, ആ റൂട്ട് എടുക്കാൻ കുറേ പറഞ്ഞു ഈ നാവിഗേഷൻ. ഞാനും കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു 10 മിനിറ്റോളം എക്സ്ട്രാ എടുക്കേണ്ടി തോന്നുന്നു. പക്ഷേ ഡിസ്റ്റൻസ് വൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റിൽ സേവ് ചെയ്തു. അങ്ങനെ ഇതിപ്പം കുറച്ചുകൂടെ നമ്മളൊരു ഫ്ലാറ്റ് ഒരു സ്ഥലമെത്തി. കാരണം ഒരു വാലി ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ സ്ഥലത്തിന് ഈ ഏരിയക്ക് മൊത്തം പ്ലസന്റൺ, ഡബ്ലിൻ, സാൻഡ്രമോൺ ഓർ ലിവർമോർ, അങ്ങനെ ട്രൈ വാലി എന്നാണ് പറയുക. അത് ആ 3 സിറ്റീസ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഐ തിങ്ക് പ്ലസന്റൺ ഇസ് ദെയർ, ഡബ്ലിൻ ഇസ് ദെയർ, പിന്നെ ഐദർ സാൻഡ്രമോൺ ഓർ ലിവർമോർ. അതെല്ലാം കൂടി ട്രൈ വാലി എന്നാണ് പറയാറ് സാധാരണ. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ, ഈ ട്രൈ വാലി ഒരു ഹിൽസിന്റെ ഉള്ളിലാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ സുനോൾ എന്ന് പറഞ്ഞ സ്ഥലം, അതിനേക്കാളും വലിയൊരു ഏരിയ. കുറച്ചും കൂടി ഞാൻ പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആണത്. കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ നല്ല സ്കൂളുകളുണ്ട്. ഫാമിലി ലൈഫിന് പറ്റിയ, ഫാമിലി റേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇഷ്ടമാണ്, ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടമാണ്. ഇവിടെ അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റീസ് ആണ്, പ്ലാൻഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. കുറേ പുതിയ കമ്മ്യൂണിറ്റീസ് ആണ്. നമ്മൾ 2000 ശേഷമുള്ള കുറേ വീടുകളുണ്ട് ഇവിടെ. നമ്മൾ എന്താ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിലിക്കൺ വാലി ഏരിയ ഉണ്ടല്ലോ, സൗത്ത് ബേ എന്നൊക്കെ പറയുന്നത്, ഇപ്പം മൗണ്ടൻ വ്യൂ, സണ്ണിവേൽ ഏരിയയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ലിമിറ്റഡ് ഇൻവെൻട്രിയാണ് ഉള്ളത് വീടിനൊക്കെ. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ആൾക്കാർ കുറേ മൂവ് ചെയ്ത്, എസ്പെഷ്യലി കോവിഡ് ടൈമിലൊക്കെ എല്ലാം റിമോട്ടായിരുന്നല്ലോ. ഇപ്പോൾ റിമോട്ടൊക്കെ ആയപ്പോഴത്തേനും ആൾക്കാർക്ക് കുറച്ചുകൂടെ വലിയ വീടുകളും അങ്ങനെയൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അവിടത്തേക്ക് വീട് വിൽക്കുകയോ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യുകയോ റെൻറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത്. ഇത് കണ്ടില്ല ഇവിടെ ഒരു കോസ്കോ ഇവിടുത്തെ ഒരു വലിയൊരു ഷോപ്പിംഗ് ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാൻ വേണമെങ്കിലേ. നമ്മുടെ നാട്ടിലെ എന്തായിട്ടാണ് കമ്പയർ, നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ശരിക്കും പറഞ്ഞാലേ. പക്ഷേ ഇതൊരു മെമ്പർഷിപ്പാണ്, മെമ്പർഷിപ്പ് ഉള്ള ഒരു സംഭവമാണ്. മെമ്പർഷിപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ ഞാൻ കോസ്കോനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളിപ്പോൾ ഹൈവേ ചേഞ്ച് ചെയ്യാണ്. നമ്മളിപ്പോൾ കണ്ടില്ല അവിടെ എഴുതിക്കുന്നത് 580 കയറുവാണ്. നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് 680 എന്ന് പറഞ്ഞ ഹൈവേ ആണ്. നമ്മൾ അതിൽ നിന്ന് 580 മാറുവാണ്. ഇതെല്ലാം 80 എന്ന് പറഞ്ഞ ഹൈവേ, 80 എന്ന് പറയുന്ന മെയിൻ ഹൈവേ ഉണ്ട്, അതിൻ്റെയൊക്കെ സബ്സിഡിയറി ഹൈവേസ് ആണ്. ഈ ഹൈവേക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നോർത്ത് സൗത്ത് അല്ല, ഇതെനിക്കൊന്ന് ഈസ്റ്റും വെസ്റ്റും ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തന്നെ അത് ലെഫ്റ്റിലോട്ട് എടുക്കുക, കാരണം അത് എടുത്തില്ല, അത് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട്. ഇത് കണ്ടില്ല, ഇത് ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ആ കാണുന്ന മൗണ്ട് ഡിയാബ്ലോ ആണ്. മൗണ്ട് ഡിയാബ്ലോ ഇവിടുത്തെ ഒരു വലിയൊരു മലയാണ് ആ കാണുന്നത്. പിന്നെ ആ ലെഫ്റ്റിലൊക്കെ കാണുന്ന കുറേ വീടുകൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ വീട് അവിടെയാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അതൊരു മൾട്ടിപ്പിൾ കമ്മ്യൂണിറ്റീസ് ഉള്ളൊരു വീടാണ്. ഇത് ഡബ്ലിൻ ആൻഡ് പ്ലസന്റൺ എന്ന് പറയാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പ്ലസന്റൺ ടൗണും അതിൻ്റെ ഏരിയയൊക്കെയാണ്, സിറ്റി ഏരിയ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡബ്ലിൻ, അതൊരു ട്വിൻ സിറ്റി പോലെയാണ്. ഹൈവേൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡബ്ലിൻ, റൈറ്റ് സൈഡിൽ പ്ലസന്റൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫണ്ണി തിങ് എന്ന് പറഞ്ഞാൽ ഓരോ കടകളും ഇപ്പം ചില ഷോപ്സ്, ഇപ്പം നമുക്ക് ഓരോ സാധനങ്ങൾ മേടിക്കേണ്ട കടകൾ ഒരെണ്ണം ചിലപ്പോൾ പ്ലസന്റണിലായിരിക്കും, മറ്റത് ഡബ്ലിനിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില കാർ ഷോറൂമൊക്കെ ഉണ്ട്, അത് ചിലത് പ്ലസന്റണിലുണ്ട്. ഇപ്പം
ടൊയോട്ട എനിക്ക് തോന്നുന്നത് ഡബ്ലിനിലാണ്, പക്ഷെ ലെക്സസ് എനിക്ക് തോന്നുന്നത് പ്ലസന്റണിലാണ്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറാണ്. എല്ലാം ഒരു സിറ്റി പോലെ തന്നെയാണ്, സിറ്റിന്റെ പേര് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് കമ്പനീസ് ഉണ്ട് കേട്ടോ, IT കമ്പനീസ് ഉണ്ട്. കാണില്ലേ ഇവിടെ ഒറാക്കിൾ, കൈസർ പെർമനന്റ് ഈസ് എ ഹോസ്പിറ്റൽ, ഭയങ്കര ബിഗ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കാണ്. അപ്പോൾ അവരുടെ ടെക് വിഭാഗമൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും നമ്മൾ സിലിക്കൺ വാലി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ടെക് ഓഫീസൊന്നും. കാരണം ഇവിടെ ജസ്റ്റ് ഒരു എനിക്കൊന്ന് സാറ്റലൈറ്റ് ഓഫീസോ അങ്ങനെയൊക്കെ പോലത്തെ ഒരു സംഭവമേ ഉള്ളൂ. നമ്മളിപ്പോൾ സിലിക്കൺ വാലിയിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ. ഇപ്പം നമ്മുടെ ഗൂഗിൾ മൗണ്ടൻ വ്യൂവില്, മെറ്റ എന്ന് ഫേസ്ബുക്ക് മെൻലോ പാർക്കിൽ. ഇത് കണ്ടില്ല, ഇത് ഇവിടുത്തെ ഒരു ട്രെയിനാട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ ട്രെയിനിൻ്റെ പേര് BART എന്നാണ്. BART, ബേരിയ റാപ്പിഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അല്ല ഇവിടെ വേറെ കുറേ കമ്പനീസ് ഉണ്ട് അല്ലേ, ഗ്യാപ്പ്, ഫിലിപ്സ്, ഏതൊക്കെയോ ഉണ്ട്. എക്സ്ട്രാ കുറച്ച് ടെക് പാർക്കുകളൊക്കെ ഉണ്ട്. നല്ലതാണ്, കുറച്ച് കമ്പനീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കോവിഡിന്റെ ടൈമിൽ കുറേ കൂടെ കമ്പനീസ് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാലേ. പക്ഷെ അത് അങ്ങ് സക്സസ്ഫുൾ ആയില്ല. കുറച്ച് എനിക്കൊന്ന് ഗൂഗിളൊക്കെ ആയിരുന്നു, ഗൂഗിളും ആമസോണൊക്കെ ഇവിടെ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടോ അങ്ങ് അത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയില്ല. റീസൺ അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നല്ലതാണ് ശരിക്കും. നമ്മുടെ ഇവിടെയുള്ള ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ